യേശുവും കൃഷ്ണനും എങ്ങനെ ഉണ്ടായി? ദേവൻ ചേട്ടനെ ഇഷ്ടമാണ്. യൂട്യൂബ് റവന്യൂ എത്രയാണ്? ഫേവറേറ്റ് ഫുട്ബോളർ നാട്ടിലെവിടെയാ? വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ് ഏതാ? ചേട്ടന്മാരുടെ ഡ്രീംസ് എന്താ? ഫേവറേറ്റ് ഫിലിം ആക്ടർ? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? കുട്ടികളൊക്കെ ആയോ? Q&A ഏകദേശം 2 മാസം മുമ്പാണ് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു Q&A ഇട്ടത്. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരേ സമയം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ദേവൻ നാട്ടിലുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ നമുക്കൊരു ഇൻട്രാക്റ്റീവ് പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിട്ടത്. പക്ഷേ ചില തിരക്കുകൾ കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചവൻ നാട്ടിൽ പോയി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുന്നത് ഞാനും കുറച്ച് അവനുമായിരിക്കും. അങ്ങനെ മാറി മാറിയായിരിക്കും വരുന്നത്. അതോടൊപ്പം പറയേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ഒരുപാട്, ഇപ്പോൾ ഏകദേശം ഒരു 200 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 150 എണ്ണം ഞങ്ങളുടെ പേഴ്സണൽ പേരെന്താണ്, നാട്ടിലെവിടെയാണ്, വയസ്സെന്താണ്, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്, അങ്ങനെയൊക്കെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് തന്നെ അതിങ്ങനെ റിപ്പീറ്റ്ലി വരുന്നതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടാണ്. അത് ഒഴിവാക്കിയ മീൻസ് അത് ജനറലി ആദ്യം കാണിക്കാം, അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ ട്രാൻസിഷൻ. ഞാൻ അഭിഷേക്, വയസ്സ് 34. ഞാനൊരു എഡിറ്ററാണ്. ഇത് ദേവനാരായണൻ, വയസ്സ് 25. ഇവനൊരു നേഴ്സാണ്. ഞങ്ങൾ രണ്ടുപേരും കസിൻസാണ്. ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലമാണ്. പ്രോപ്പർലി പറഞ്ഞാൽ കടപ്ര. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡ്രീമൊന്നുമില്ല. സിനിമ എന്ന് പറയുന്നത് എന്നും ഒരാഗ്രഹമായിരുന്നു. എന്തെങ്കിലും നടക്കുമായിരിക്കും. ആഗ്രഹം മാത്രം പോരല്ലോ, കഴിവും വേണ്ടേ. സമയമെടുക്കും. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ആപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് എല്ലാവരും ഞങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയയിലായിരിക്കും. ബേസിക്കലി നമ്മൾ മൊബൈലല്ല ചെയ്യുന്നത്. മൊബൈൽ ചെയ്യുന്നുണ്ട്, അത് ആക്ച്വലി ദേവൻ്റെ ഫോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ റഫ് കട്ട് അവൻ്റെ മൊബൈലിലാണ് ചെയ്യുന്നത്. അത് ഇൻഷോട്ടിലാണ് അവൻ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മേജർ പരിപാടികൾ ഒക്കെ ചെയ്യുന്നത് ഞാനാണ് ചെയ്യുന്നത്. അത് അഡോബ് പ്രീമിയർ പ്രോയും പിന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആഫ്റ്റർ എഫക്ട്സിലുമാണ് ചെയ്യുന്നത്. സോ ഈ ഒരു 3 സോഫ്റ്റ്വെയർസാണ്. ഒരു ആപ്പ് ആൻഡ് ബാക്കി 2 സോഫ്റ്റ്വെയർസാണ്. ഫ്യൂച്ചർ പ്ലാൻ. ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും എനിക്കൊരു ഫ്യൂച്ചർ പ്ലാനും ഇല്ലെന്ന്. പക്ഷേ എനിക്കൊരു ഫ്യൂച്ചർ പ്ലാനുണ്ട്. അതാണ് ട്വിസ്റ്റ്. വേറൊന്നുമല്ല, ഞാനിപ്പോൾ ഒരു നേഴ്സാണല്ലോ, നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണല്ലോ. സോ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പുറത്തേക്ക് പോവുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക, അതിനൊപ്പം തന്നെ പാഷനും കൊണ്ടുപോവുക. ഈ പ്രൊഫഷനും പാഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക. എന്ന് ഈ പാഷനിൽ നിന്ന് ഒരു കച്ചിത്തിരിമ്പ് കിട്ടുന്നോ അന്ന് ഞാൻ ഈ പ്രൊഫഷൻ ക്വിറ്റ് ചെയ്യും. പിന്നെ കംപ്ലീറ്റ്ലി പാഷന് വേണ്ടി ടൈം കണ്ടെത്തും. ഇത്രേ ഉള്ളൂ ഫ്യൂച്ചർ പ്ലാന്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം ആദ്യം ഉണ്ടാക്കണം. അതില്ലെങ്കിൽ പാഷൻ്റെ പുറകെ മാത്രം പോയിട്ട് ഒരു കാര്യമില്ല. ക്രിക്കറ്റ് പേഴ്സണൽ ഫേവറേറ്റ് ഉള്ളൊരു ഗെയിമാണ്. ഞാൻ കുറച്ചെങ്കിലും കാണുന്നതും ഫോളോ ചെയ്യുന്നതും ക്രിക്കറ്റ് മാത്രമാണ്. ഒരാളെ അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ എനിക്കങ്ങോട്ട് പറ്റും. ഒരാൾ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ പേര് മാത്രം എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ കറൻലി ഉള്ളതിനകത്ത് രോഹിത് ശർമ്മയാണ്. അദ്ദേഹം ഇപ്പോൾ ഓടിയാൽ മാത്രമേ ഉള്ളൂ, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രോഹിത് ശർമ്മയെ. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് കൊണ്ടുവന്നൊരു മാറ്റം എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ തുടക്കകാലം മുതൽ ഇപ്പോൾ വരെ ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കളിക്കാരനാണ്. വിരാട് കോഹ്ലി അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരാളാണ്. റോക്കോ ഒന്നും പറയാനില്ല. പിന്നെ പഴയ മീൻസ് നമ്മൾ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയത് അല്ല ഇൻസ്പയർഡ് ആയത് ഓഫ് കോഴ്സ് സച്ചിൻ. അതിനുശേഷം ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ചെയ്തത് MS ധോണിയാണ്. നമുക്ക് ഇന്ത്യക്ക് കപ്പുകളൊന്നും ഇല്ലാതൊരു സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നതും ഇന്ത്യൻ ക്രിക്കറ്റിന് കൊണ്ടുവന്ന മാറ്റങ്ങളും. പിന്നെ ഒരാളും കൂടെ എടുത്ത് പറയണം, വൺ ആൻഡ് ഓൺലി ജസ്പ്രീത് ബുംറ. ഏറ്റവും വിശ്വാസമുള്ള കളിക്കാരനാണ് ബുംറ എന്ന് പറയുന്നത്. നമ്മൾ ബോളേഴ്സിലൊക്കെ വിശ്വസിക്കുന്നത്, ബോളേഴ്സ് കൊണ്ട് കളിയൊക്കെ വല്ലപ്പോഴൊക്കെ മാറ്റുന്നതിന് പകരം ബുംറ, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ബുംറ എന്ന് പറയുന്നൊരു ബോളർ ഇന്ത്യയുടെ ഒരു വജ്രായുധം തന്നെയാണ്. സോ ഇവരെയൊക്കെയാണ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ്. യൂട്യൂബിൽ വരാനുള്ള കാരണം ആൻഡ് ആരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ള ഒരു 2 ക്വസ്റ്റ്യനെയും കൂടെ ക്ലബ് ചെയ്ത് ഞാൻ പറയും. യൂട്യൂബിൽ വരാനുള്ള കണ്ടൻറ് ക്രിയേഷൻ ഇഷ്ടമുള്ളൊരു ഇതാണ്. പണ്ട് ഞാൻ എഡിറ്റിംഗ് ഒക്കെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത്, അന്ന് ഈ ചാനലല്ല, അന്ന് വേറൊരു ചാനലുണ്ടായിരുന്നു. പക്ഷേ ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് പണ്ട് അത്ര പ്രശ്നമുള്ള പരിപാടിയൊന്നും അല്ലായിരുന്നു. നമ്മൾ ഈ ആക്ടേഴ്സിൻ്റെ മാഷപ്പ് ഉണ്ടാക്കുക, ബർത്ത്ഡേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു ചാനൽ പണ്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ട് കണ്ടൻറ് ക്രിയേഷൻ ഇത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബറാണ് സാക്കിങ് എന്ന് പറയുന്നൊരു യൂട്യൂബറുണ്ട്. അദ്ദേഹം ഈ മാജിക് വീഡിയോസ് പോലത്തെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്.
പിന്നെ അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യണമെന്നുള്ളതൊരു പണ്ട് തൊട്ടേ ഞാനത് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് ഒരു ടൈമിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചാനലിൻ്റെ തന്നെ തുടക്കത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഞാൻ യു എയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കിക്കൊണ്ടിരുന്നത് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്തുകൊണ്ടാണ്. ബട്ട് ആ ഒരു കണ്ടൻറ് ക്രിയേഷൻ ഇഷ്ടമാണ്. പിന്നീട് അതിൻ്റെ ഒരു ട്രെൻഡ് മാറിയ സമയത്ത് ഓൺ വോയിസ് അങ്ങനെ നമുക്ക് കണ്ടൻറ് പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ആയ സമയത്തൊക്കെ നമുക്ക് ട്രാക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ നാട്ടിൽ സെറ്റിലാവുന്നു. പിന്നെ ദേവൻ വരുന്നു. അങ്ങനെയാണ് ഇങ്ങനൊരു രീതിയിലേക്ക് മാറുന്നത്. ചാനൽ ഉണ്ടാക്കിയതും ഞാൻ യു എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പണ്ടൊരു ചാനലുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അതിന് നമ്മൾ അങ്ങനെ ഒരു സീരിയസ് നോട്ടിലല്ലായിരുന്നു കണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ ഈ മാഷപ്പ് വീഡിയോസും അങ്ങനെയൊക്കെ ഇടാനാണ്. ഒരു 2016 ചാനൽ. അതിനകത്തും ഈ പറയുന്ന പോലെ ഈ ജാക്കിങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള വീഡിയോസാണ്. പക്ഷേ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി മിസ്സാകും എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നീട് അത് മൊത്തം മാറിയിട്ട് ഒരു 2022, 2023 ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഓൺ വോയിസ് ഇപ്പം ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഷോർട്സിലിടുന്ന വീഡിയോസ് പോലത്തതൊക്കെ ചെയ്യുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹം മനസ്സിൽ കൊച്ചിലോട്ട് കിടപ്പുണ്ടല്ലോ. അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചത് എങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിപ്പോൾ സിനിമ തന്നെ വേണമെന്നില്ലല്ലോ. ഇതതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ. സോ അങ്ങനെയാണ് കോണ്ടൻറ് ക്രിയേഷനിലോട്ട് വരുന്നത്. ഒരാൾക്കാർക്ക് എങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടൻസ് കൊണ്ടുവരാം എന്നുള്ള ഓട്ടത്തിനിടയിൽ സംഭവിച്ചു പോയതാണ് ഈ കോണ്ടൻറ് ക്രിയേഷൻ. ആദ്യമൊക്കെ നമ്മൾ ഷോർട്ട് ഫിലിംസിൻ്റെ പുറകെയായിരുന്നു. പിന്നെ മനസ്സിലായി അത് വിലപ്പോകില്ല എന്ന്. അതിനെടുക്കുന്ന എഫേർട്ട് ഒരുപാട് വലുതായിരുന്നു ഞങ്ങളുടെ ആ ഒരു സ്റ്റേജിൽ. സോ നമ്മൾ കോണ്ടൻറ് ക്രിയേഷൻ ആക്കാം, ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് പതുക്കെ അതിലോട്ടൊക്കെ കടക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും അതിനുള്ള ഓട്ടത്തിലാണ്. അങ്ങനെയാണ് ഈ കോണ്ടൻറ് ക്രിയേഷനിലോട്ട് വരുന്നത്. യേശു വേഴ്സസ് ക്രിഷ് സീരീസിൻ്റെ അത് നമ്മുടെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും നമുക്കൊരു ഐഡൻറ്റിറ്റി തന്നൊരു സീരീസുമാണ്. അതിനെങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളതിനെ പറ്റി ഞങ്ങൾ ഇതിന് മുമ്പിട്ടൊരു Q&Aയിലും ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് പേര് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അത് ഞാൻ ഒന്നെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ട് അല്ലെങ്കിൽ ഇത് റെപ്പറ്റീവായിട്ട് ഒരു റെപ്പറ്റീഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ മതി. യൂട്യൂബ് റവന്യൂ, യൂട്യൂബിൻ്റെ ആഡ്സെൻസ് വഴി അല്ലെങ്കിൽ യൂട്യൂബ് ആഡ് വഴി വരുന്ന റവന്യൂ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈ ഒരു ചാനൽ വളരെ കുറവാണ്. കുറവ് ഇൻ ദ സെൻസ് ഒരു 2 മാസം 3 മാസം കൂടുമ്പോഴാണ് ത്രെഷോൾഡ്, അതായത് ഈ $100 ഫില്ലാകുന്ന പരിപാടി. അത് നമ്മൾ കൂടുതലും ഇടുന്നത് ഷോർട്സ് ആണ്. അങ്ങനെ ഒരുപാട് വ്യൂ ഉള്ള സെറ്റപ്പും അല്ല. സോ ഒരു ഓൺ ആൻ ആവറേജ് മാത്രമേ ഉള്ളൂ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അത് വളരെ കുറവാണ്. എന്നാലും എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ കൊടുക്കാം. അത് കാണുന്നതായിരിക്കും നല്ലത്. മായാവി ലുട്ടാപ്പിയും വിട്ട് വേറൊരു ലോകം നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ലടി. പിന്നെ അത് കാർട്ടൂണാണ്, ഇത് ആനിമയാണെന്ന് പറയണ്ട. എനിക്ക് മനസ്സിലായി ചോദ്യം. ആനിമേ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ, മെയിൻ റീസൺ അതാണ്. നമ്മൾ ആനിമേ കാണാറില്ല, അറിയില്ല ഇതിനകത്തെ ക്യാരക്ടേഴ്സിനെ പറ്റിയോ, അല്ലെങ്കിൽ ഓരോ അനിമയും നമ്മൾ വാച്ച് ചെയ്തിട്ടില്ല. പിന്നെ ആകെപ്പാടെ കണ്ടിട്ടുള്ളത് വൺ പീസിൻ്റെ ലൈവ് ആക്ഷനാണ് നെറ്റ്ഫ്ലിക്സിൽ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ശരിക്കുള്ള വൺ പീസ് ആരാധകർ തന്നെ പറയുന്നത് വൺ പീസിൻ്റെ ശരിക്കുള്ള ആനിമേഷൻ്റെ 100-1 പോലും ഇല്ല ലൈവ് ആക്ഷൻ എന്നാണ്. അപ്പോൾ അത് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിരിക്കും ആനിമേ എന്നൊക്കെ പറയുന്നത്. സോ ആനിമേ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം അറിയില്ല എന്നുള്ളതാണ്. ഒരാനിമയെ പറ്റിയും വലിയ അറിവില്ല. അറിയാത്ത കാര്യം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. ഇങ്ങനെ ചോദിക്കാനല്ല, കമൻറ്റിൽ ഒരുപാട് പേരിങ്ങനെ ഹായ് തരണേ എന്നൊക്കെ പറയാറുണ്ട്, സുഖമാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, സൂപ്പറാണെന്ന് പറയാറുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓരോ ആൾക്കാരും ഇത് കാണുന്നതുകൊണ്ടാണ് ഈ ചാനലിനൊരു എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദിയുണ്ട്. നമ്മളെ ഇങ്ങനെ അന്വേഷിക്കുന്നതിനും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനൊക്കെ വലിയൊരു നന്ദിയുണ്ട്. സോ അങ്ങനെ ചോദിച്ച എല്ലാവർക്കും വലിയൊരു ഹായ് ആൻഡ് താങ്ക് യു സോ മച്ച്. സർക്കാസ്റ്റിക്കലി ചോദിച്ചതാണോ അതോ നമ്മൾ ശരിക്കും അറിയാത്തത് കൊണ്ട് ചോദിച്ചാണോ എന്നറിയില്ല. കുട്ടികൾ ആയോ എന്നുള്ള ക്വസ്റ്റ്യന് മുമ്പ് കല്യാണം കഴിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കുട്ടികളും ആയിട്ടില്ല. ദേവനും കല്യാണം കഴിച്ചിട്ടില്ല, അവനും കുട്ടികളില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാലും ഇതായിട്ടുള്ളത് പറയാം. ഫേവറേറ്റ് IPL ടീം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. പണ്ട് മുംബൈ ഇന്ത്യൻസ് വന്ന സമയം തൊട്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സച്ചിൻ ആണ്. നമ്മൾ ഓരോ ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആ ഒരു ടീമിൽ വരുന്ന ഒരു ടൈമിലാണ്.
ഇനീഷ്യൽ സ്റ്റേജിൽ അത് സച്ചിനായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനേക്ക് നമ്മുടെ രോഹിത് ശർമ്മ വരുന്നു. സോ ഫേവറേറ്റ് ആളുകളാണ്. പിന്നെ ഒരൊറ്റ ടീമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ RCB ഇഷ്ടമാണ്. RCB വിരാട് കോഹ്ലി ഉള്ളതുകൊണ്ടാണ് RCB ഇഷ്ടം. ചെന്നൈ ടീമിനെ ഇഷ്ടമാണ്. പിന്നെ അടുത്തത് എന്താണ് ഫേവറേറ്റ് മൂവി, അങ്ങനെ ഒരു പർട്ടിക്കുലർ മൂവി എന്ന് പറയാനില്ല. എന്നാൽ എനിക്ക് കുറച്ചുകൂടി ത്രില്ലർ സ്വഭാവമുള്ള മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അനിമേഷൻ മൂവീസ്, നമ്മുടെ സൂട്ടോപ്പിയ, ഇൻസൈഡ് ഔട്ട് പോലുള്ള അനിമേഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടൊരു പർട്ടിക്കുലർ സിനിമ എന്ന് ഞാൻ പറയുന്നില്ല. അതിങ്ങനെ സിനിമകളും കാണുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ അച്ഛനമ്മ ഞാൻ ആണ് ഈ വീട്ടിലുള്ളത്. ഇപ്പം ദേവൻ ആൻഡ് ദേവൻ്റെ അമ്മയുണ്ട്. അവരിപ്പം ഇവിടെയല്ല. ദേവൻ്റെ അമ്മ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ദേവൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദേവൻ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ ഒരു 3 പട്ടിയും ഒരു പൂച്ചയും ഉണ്ട്. ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഇൻ ദ സെൻസ്, നമ്മൾ ഫസ്റ്റ് ടൈം നമുക്കൊരു ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രിഡ്ജ് സംസാരിച്ചാൽ, ഫ്രിഡ്ജിനകത്തുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ബേസിക്കലി അത് ഇൻസ്റ്റയിലാണ് ഫസ്റ്റ് വൈറലാകുന്നത്. വൈറൽ ഇൻ ദ സെൻസ് ഫസ്റ്റ് 1 മില്യൺ എന്ന് പറയുന്ന ആ ഒരു നമ്പർ നമുക്ക് കിട്ടുന്ന ആ ഒരു വീഡിയോ ആണ്. സോ അത് അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് യൂട്യൂബിലിടുമ്പോൾ യൂട്യൂബിൽ ആ ഒരു 1 മില്യൺ 2.5 മില്യൺ എന്തോ ഉണ്ട്. 2 സ്ഥലത്തും 2.5 മില്യൺ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു നമുക്ക് ചെയ്താൽ ആളുകൾ കാണും എന്നൊരു കോൺഫിഡൻസ് തന്നുകൊണ്ട് അത് ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും യേശു ആൻഡ് ക്രിസ് സീരീസാണ്. ഗെയിംസ് ഇൻ സെൻസ് മൊബൈലിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും അങ്ങനെ ഗെയിംസ് കളിച്ചിട്ടില്ല. ബീയിങ് എ 90s കിഡ്, പഴയ വൈസ് സിറ്റി, റോഡ് റാഷ്, ക്രിക്കറ്റ്, ഫുട്ബോൾ ആൻഡ് എന്താ പറയുക, അങ്ങനത്തെ ഗെയിമുകളൊക്കെ പണ്ട് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കളിക്കാറില്ല. ഫ്യൂച്ചറിൽ മൂവീസിൽ പേഴ്സണലി എൻ്റെ ഒരു ഇതിൽ ഞാനൊരു അഭിനയിക്കാൻ കേപ്പബിളായിട്ടുള്ള ഒരാളല്ല. കറക്റ്റായിട്ടുള്ളൊരു അഭിനയം എൻ്റെ മുഖത്ത് വരികയോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി കറക്റ്റായിട്ടുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് കൂടുതലും ടെക്നിക്കൽ സൈഡിൽ നിന്നാൽ കൊള്ളാമെന്നുണ്ട്. ടെക്നിക്കൽ സൈഡാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. അഭിനയിക്കാനുള്ള ഒരു അഭിനയം മീൻസ് സംതിങ് ഡിഫറെൻ്റ്. അതൊരു വേറൊരു ലീഗാണ്. അതിനെപ്പറ്റി വലിയ തെറ്റമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ചാനലിൻ്റെ ഭാഗമായതുകൊണ്ട് ആണ് ഞാൻ ഇതിനകത്ത് കയറി അഭിനയിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഞാനാണ്, എല്ലാ ക്യാരക്ടറും ഞാൻ തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെയാണ് എല്ലാ ക്യാരക്ടേഴ്സും സംസാരിക്കുന്നത്. സോ അഭിനയം എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് യേശു ആൻഡ് ക്രിസ് സീരീസ് കണ്ടിന്യൂ ചെയ്യണം എന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, അതെപ്പോഴും ഇടണം എന്ന് പറയാറുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു റെപ്പറ്റീഷൻ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു വിശേഷം, ഇപ്പോൾ ഓണം, ക്രിസ്മസ്, ഈദ്, അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഒരു വീഡിയോ എപ്പോഴും വരാറുണ്ട്. സോ അങ്ങനെ ആയിരിക്കും ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു റെലവൻ്റ് ആയിട്ടൊരു ടോപ്പിക് അതിനെപ്പറ്റി വരണമെന്ന് കാണുകയാണെങ്കിൽ മാത്രം അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഫുട്ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. ഞാൻ ഇവിടെ ഇടയ്ക്ക് ഈ ടർഫിലൊക്കെ കളിക്കാൻ പോകാറുണ്ട്. ഇപ്പോഴത്തെ കറൻറ്റ് ഫുട്ബോൾ ഫേവറേറ്റ് പ്ലെയർ ജസ്പ്രീത് ബുംറ. അവൻ ആക്ച്വലി കറണ്ട് ട്രെൻഡ് രാംചരൺ പറഞ്ഞതിനെ എനിക്കൊന്ന് സർക്കാസ്റ്റിക്കലി പറഞ്ഞാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ ഒരു പേഴ്സണൽ ഫുട്ബോൾ ഞാൻ അങ്ങനെ അധികം ഫോളോ ചെയ്യാറില്ല. എല്ലാവർക്കും ഇഷ്ടമാകുന്ന പോലെ എനിക്ക് ലയണൽ മെസ്സിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഭയങ്കര ഇഷ്ടമാണ്. നെയ്മറിനെ ഭയങ്കര ഇഷ്ടമാണ്. എംബാപ്പെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ലിമിറ്റഡ് നോളജ് മാത്രമേ ഉള്ളൂ. ഈവൻ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് ഫുട്ബോൾ കളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ പേഴ്സണലി അറിയില്ല. സോ അറിയാത്തതും അതുപോലെ മണ്ടത്തരം പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാലും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞാൽ അത് മെസ്സി ആയിരിക്കും. ഈസ്റ്ററും വിഷുവും കഴിഞ്ഞ് ഒരുപാട് വീഡിയോയിൽ ആക്ച്വലി അതിന് ശേഷം ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10-30 വീഡിയോ അതിന് ശേഷം ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ യേശു വേഴ്സസ് ക്രിസ് സീരീസ് അല്ലാതെ വരുന്ന വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാകാം. നമ്മളിവിടെ തന്നെ ഉണ്ട് ഒരുപാട് വീഡിയോസും അതല്ലാതെ ഇടാറുണ്ട്. ഇതൊരു കണ്ടൻറ് സജഷനാണ്. ഇങ്ങനെ കമൻസിൽ കണ്ടൻറ് സജഷൻസ് തരുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകളാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട്. ഈ ഒരു കളേഴ്സ് സംസാരിച്ചാലെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കമൻറ്റ് വന്ന സമയത്ത് തന്നെ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാനൊരു ആക്സിഡൻ്റൽ നേഴ്സാണ്. എങ്ങനെയൊക്കെയോ കാണാൻ പഠിച്ച് നേഴ്സായ ഒരാൾ. പിന്നെ ഹൈദരാബാദാണ് ജോലി ചെയ്യുന്നത്.
ഈ ചോദ്യം നിങ്ങൾ അഭിഷേകിനോട് ചോദിക്കുകയാണെങ്കിൽ അങ്ങേര് പറയും അങ്ങേര് ഏതോ അമേരിക്കൻ കമ്പനിയിലെ ഡിസൈനറാണ് എന്നൊക്കെ. ഒന്നുമില്ല, ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിപ്പ്, അതിനാണ്. സോ ഇതൊക്കെയായിരുന്നു Q&Aയിൽ എല്ലാവരും ചോദിച്ചിരുന്നത്. മോസ്റ്റ്ലികളെല്ലാം ജനറലായിട്ട് ഈ റിപ്പീറ്റ്ലി ചോദിച്ചതല്ലാതെ ജനറലായിട്ടെന്നാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് പേര് എല്ലാതെയും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര പേഴ്സണലായിട്ടുള്ള ചോദിച്ചതൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. എന്നാലും നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് എപ്പോഴും നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ കമൻറ്റ് ബോക്സിൽ എപ്പോഴും ഇടുന്ന എല്ലാ കമൻസിനും നോക്കാറുണ്ട്, അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. നിങ്ങൾ എന്ത് സജഷനാണ് പറയുന്നതെന്ന് നോക്കാറുണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ എപ്പോഴും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. കമൻറ്റ് എന്തായാലും എല്ലാം വായിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് എസ്. നിങ്ങൾ തുടക്കം മുതലേ ഈ ചാനൽ കാണുന്നവരുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റുകൾ ഇടുന്ന ആളുകളുണ്ട്, എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് ആ കമൻറ്റ് കാണുമ്പോൾ അറിയാം, ഓക്കെ ഇന്ന ആൾ എപ്പോഴും ഇടാറുള്ളതാണെന്ന് അറിയാം. സോ താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു സപ്പോർട്ടിന്. സോ നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് തുടരുക. ഞങ്ങളിവിടെ തന്നെ കാണും, കൂടുതൽ കണ്ടൻറ്റുകളുമായിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ പോസ്റ്റുകളുടെ സമയത്ത് അതിനും കമൻറ്റിൽ പറഞ്ഞാൽ മതി. എന്ത് സജഷനാണെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടാലും അല്ല അങ്ങനത്തെ ഉള്ളതാണെങ്കിലും ഒക്കെ പറയാം. നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ ചേഞ്ചസ് വരുന്നതായിരിക്കും. നല്ല നല്ല സജഷൻസ് പറയാവുന്നതാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.